നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ലൈസൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റദ്ദാക്കിയെങ്കിലും ആപ്പ് ഉപഭോക്താക്കൾക്ക് ആശങ്കപ്പെടേണ്ടതില്ല. ബാങ്കിന് വിലക്ക് ഏർപ്പെടുത്തിയ നടപടി പേടിഎം ആപ്പ് വഴിയുള്ള മറ്റു ഡിജിറ്റൽ സേവനങ്ങളെ ബാധിക്കില്ല. പേടിഎം, UPI, വാലറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കുമെന്ന് മാതൃകമ്പനിയായ 197 കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് വ്യക്തമാക്കി. ബാങ്കിന്റെ ലൈസൻസ് റദ്ദാക്കിയത് പേടിഎം ആപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല എന്നതാണ് ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന പ്രധാന വശം. പേടിഎം, UPI, വാലറ്റ്, QR കോഡ്, സൗണ്ട് ബോക്സ്, കാർഡ് മെഷീനുകൾ എന്നിവ തടസ്സമില്ലാതെ തുടർന്നും പ്രവർത്തിക്കും. പേടിഎം പേയ്മെന്റ് ബാങ്കുമായി നിലവിൽ കമ്പനിക്ക് നേരിട്ടുള്ള പങ്കാളിത്തമില്ലെന്നും ബാങ്ക് പൂർണ്ണമായും തന്നെ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നതെന്നും കമ്പനി ഔദ്യോഗികമായി അറിയിച്ചു. ഏപ്രിൽ 24-ന് ബിസിനസ് സമയം അവസാനിച്ചതു മുതൽ ബാങ്കിന്റെ ലൈസൻസ് റദ്ദാക്കിയ ഉത്തരവ് നിലവിൽ വന്നതായി റിസർവ് ബാങ്ക് അറിയിച്ചു. ബാങ്കിന്റെ പ്രവർത്തനം നിക്ഷേപകരുടെ താൽപര്യത്തിന് വിരുദ്ധമാണെന്നും ഗവേണൻസ് വിഷയങ്ങളിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഈ നിർണായക നടപടി. ബാങ്ക് പൂർണ്ണമായും നിർത്തലാക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കേന്ദ്ര ബാങ്ക് വ്യക്തമാക്കി. ബാങ്കിന്റെ ലൈസൻസ് റദ്ദാക്കിയെങ്കിലും നിക്ഷേപകർ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് RBI ഉറപ്പു നൽകുന്നുണ്ട്. നിക്ഷേപകർക്ക് നൽകാനുള്ള തുക തിരികെ നൽകാൻ ആവശ്യമായ പണം ബാങ്കിന്റെ പക്കലുണ്ടെന്നും വൈൻഡിംഗ് ആപ്പ് പ്രക്രിയയിലൂടെ നിക്ഷേപങ്ങൾ തിരികെ ലഭിക്കുമെന്നാണ് RBIയുടെ വിശദീകരണം. ബാങ്കിംഗ് നിയന്ത്രണ നിയമത്തിലെ സെക്ഷൻ 5B പ്രകാരമുള്ള ബാങ്കിംഗ് സേവനങ്ങളോ മറ്റ് ബിസിനസ്സുകളോ നടത്തുന്നതിൽ ബാങ്കിനെ കർശനമായി വിലക്കിയിട്ടുണ്ട്. തുടർച്ചയായ നിയമലംഘനങ്ങളും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ പിഴവുകളുമാണ് കടുത്ത നടപടിയിലേക്ക് RBIയെ നയിച്ചത്. 2022 മാർച്ച് മുതൽ പുതിയ ഉപഭോക്താക്കളെ ബാങ്കിംഗ് സേവനങ്ങളിലേക്ക് ചേർക്കുന്നതിൽ നിന്ന് ബാങ്കിനെ വിലക്കിയിരുന്നു. പിന്നീട് വാലറ്റ്, ടോപ്പ് ആപ്പുകൾക്കും ഡിപ്പോസിറ്റുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതു താൽപര്യവും നിക്ഷേപക സുരക്ഷയും മുൻനിർത്തി ബാങ്കിനെ ഇനി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് RBIയുടെ നിരീക്ഷണം. ബാങ്ക് ലൈസൻസ് റദ്ദാക്കിയെങ്കിലും പേടിഎം ആപ്പ് വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് തടസ്സമുണ്ടാകില്ലെന്ന് കമ്പനി ആവർത്തിച്ചു. UPI ഇടപാടുകൾ നടത്തുന്നതിനോ വാലറ്റിലെ പണം ഉപയോഗിക്കുന്നതിനോ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ല. പേടിഎം മണി, പേടിഎം ഗോൾഡ് തുടങ്ങിയ ഇൻവെസ്റ്റ്മെന്റ് സേവനങ്ങളും സാധാരണ നിലയിൽ തന്നെ തുടരും. മറ്റ് ബാങ്കുകളുമായി ചേർന്നാണ് പേടിഎം തങ്ങളുടെ പേയ്മെന്റ് സേവനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും നിലവിലുള്ള പേടിഎം QR കോഡുകളും സൗണ്ട് ബോക്സുകളും മാറ്റമില്ലാതെ തുടരും. വ്യാപാരികൾക്ക് ലഭിക്കുന്ന പണം അവരുടെ ലിങ്ക് ചെയ്ത മറ്റ് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തും. പേടിഎം കാർഡ് മെഷീനുകൾ ഉപയോഗിക്കുന്ന വ്യാപാരികൾക്കും സേവനം ലഭ്യമാകും. പേടിഎം പേയ്മെന്റ് ബാങ്കും പേടിഎം ആപ്പും തമ്മിലുള്ള സാങ്കേതിക വിച്ഛേദനം നേരത്തെ തന്നെ പൂർത്തിയായതിനാൽ പുതിയ ഉത്തരവ് ആപ്പിന്റെ സാങ്കേതിക പ്രവർത്തനത്തെ ബാധിക്കില്ല. ബാങ്കിന്റെ മാനേജ്മെന്റ് രീതികൾ നിക്ഷേപകരുടെ താൽപര്യങ്ങൾക്കും പൊതു താൽപര്യത്തിനും ഹാനികരമാണെന്ന് RBI വിലയിരുത്തി. ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും തുടരാൻ അനുവദിക്കുന്നത് ഗുണകരമല്ലെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്.